മമ്മിയെ അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമുക്ക് കുറച്ച് ബോട്ടി നല്ലത് കിട്ടി. ഓക്കെ, വേവിച്ച് വെച്ചിട്ട് അത് ഉപ്പിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വേപ്പിലയും ഇട്ട് വറ്റിച്ച്. ഓക്കെ. പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടി കൂർക്കാം, കാച്ചാൻ വേണ്ടി സബോള കൊത്തി അരിഞ്ഞതും വേപ്പിലയും. ഇനി ഇതിലേക്ക് ഒരു വറവിടാൻ മസാല, മല്ലിയും മുളകും ഇത്തിരി മസാലയും കൂടി. ഇത് നമ്മൾ ഈ മസാലയിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ പട്ടയും തക്കോലും ഒരു കഷ്ണം ജാതിയുടെ പത്രയും പിന്നെ പെരിഞ്ചീരകം. ഓ, പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്ലേ? ഇവിടെ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക്. കായം ഇടാറ്, ആലുവയിലത്തെ അമ്മമ്മയൊക്കെ കായിട്ടാണ് വെക്കാറ്, അല്ലെങ്കിൽ വെറുതെ ഇത് കാച്ചും. പക്ഷെ മമ്മി ഇന്ന് കൂർക്ക നിങ്ങളുടെ ഇഷ്ടമാണല്ലോ എന്നോർത്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്. ശരി. അപ്പം ഇന്ന് നമുക്ക് ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരി ശരി. ആദ്യം മുളക്, എണ്ണയൊന്നും പുരട്ടില്ല കേട്ടോ. പിന്നെ മല്ലി ഇടാം. ഡ്രൈ റോസ്റ്റ് അല്ലേ? അതെ, വെളിച്ചെണ്ണയ്ക്ക് ഇടാം. ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും ലാസ്റ്റ്. മസാല ഇടൂല? മസാല ഇടും. ഇതെല്ലാം കൂടി ഒന്ന് നമ്മളൊന്ന് ചൂടാക്കി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി മൊരിക്കാം. ഒരു പ്രത്യേക രസത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മളിത് എടുക്കും ഈ പൊടിയെ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒരു പൊട്ട് ചേർക്കാം. ഇതിനി ഒന്ന് റോസ്റ്റ് ആവണം. ഇതൊന്ന് റോസ്റ്റ് ആകുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പം നമ്മൾ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഇത് പാകമായി എന്നറിയാൻ ഒരു മല്ലിയുടെ എടുത്തിട്ടൊന്ന് ഞെരിച്ച് നോക്കി അത് പൊടിയും ഉണ്ടാവും. ഓ ശരി. അപ്പോൾ പാകമായി. അപ്പോൾ നമുക്കിനി ഒരു കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി പെട്ടെന്ന് അത് ഓഫാക്കാൻ മതി. അത് ശരി. ഇനി ഈ ചൂടിൽ ഇത് ഫ്രൈ ആവും. നമ്മുടെ ഇത് ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. നമ്മളിത് കാച്ചാനാണ് വേണത്. ഇപ്പം നമുക്കിടാം മസാല. ഇതിന് ബ്രൗൺ കളർ. ഇതിന് നന്നായിട്ട് വഴന്ന് വരുന്ന നമ്മളുടെ ഇപ്പോൾ വറുത്ത് വെച്ചാൽ അത് പൊടിച്ചിടും. അത് പൊടിച്ചിടും. പിന്നെ ആവശ്യത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചതാണ്. ബോട്ടി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് കണ്ട, ഉള്ളി വഴുന്ന വേപ്പിലയും കൂടി വഴുന്ന മണം വരണില്ലേ? വരുന്നുണ്ട്, നല്ല മണം. ഇനി നമുക്ക് കുറച്ച് എരിവ് കുറവാണ്, കളറും കിട്ടും. കാശ്മീരി മുളക് പൊടി നല്ല കളറും കിട്ടും. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ എല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇതിപ്പോൾ വഴന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിടാം. ഇപ്പം നമ്മുടെ പൊടികൾ ഇടാം. പൊടിച്ച് വെച്ച പൊടിയെ മസാല മല്ലിപ്പൊടി ഇടുമ്പോഴേ അതിനേക്കാളും ഒന്നുകൂടി മണവും ഗുണവും ഈ മല്ലി ഒന്ന് വറുത്ത് പൊടിക്കുന്നത്. പ്രത്യേക രുചിയാണ്. ഇപ്പം കറക്റ്റായിട്ടാ. ഇനി അധികമായി കഴിഞ്ഞാൽ കനപ്പ് രസം വരും. നമ്മളിപ്പോൾ കറക്റ്റായി. നമുക്ക് ബോട്ടി ഇടാം.
ബോട്ടിയുടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. നല്ല ഇതായില്ലേ, നല്ല ഭംഗിയുമായി. ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റിൽ കഴിക്കാം നമുക്ക്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരും. ഇനി നമുക്ക് കൂർക്കിടാം. ഈ പാകത്തിൽ തന്നെ ഇത്തിരി ഇതുള്ളപ്പോൾ തന്നെ നമുക്ക് വെള്ളമുള്ളപ്പോൾ തന്നെ കൂർക്കിടണം. കാരണം കൂർക്ക ഇതും കൂടി യോജിച്ച് കിട്ടണം. ഒന്ന് മൊരിയണം, വരണ്ട് കിട്ടണം. ഒരു 2 പേരും കൂടി അങ്ങോട്ട് ചേരുന്നു. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇവിടെ എരിവ് കുറവായതുകൊണ്ട് എരിവ് കുറച്ച് മതി. കൂർക്കയും ബോട്ടിയും കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേരും കൂടി സന്തോഷത്തിൽ കിടക്കണം. കുത്തിമറിയാണ്. അവരുടെ ഒരു സമയം കുത്തിമറിയണ സമയം. കാണാനൊക്കെ നല്ല ഇതല്ലേ. ഇത് കണ്ടാൽ തന്നെ ആക്ച്വലി ഡയറക്റ്റ് കാണുന്ന പോലെ ഒന്നല്ല മീൻ. നമ്മുടെ ക്യാമറയിൽ എന്തോന്നാ പറഞ്ഞോ, വേറെ കളറിലിരിക്കണ ക്യാമറയിൽ. ഇനി നമുക്കിത് ഇത്തിരി സ്റ്റോക്ക് കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചേ. ഓക്കെ, ഒന്ന് വരട്ടി അങ്ങോട്ട് എടുക്കാം. ഒന്ന് അടച്ചു വെച്ച് 2 പേരും കൂടി ഒന്നും കൂടി സമാധാനമായിട്ട് 2 പേരും സൗഹൃദത്തിലിരിക്കട്ടെ. ഓക്കെ, നമുക്ക് അടച്ചു വയ്ക്കാം. ഞാൻ അടച്ചു വെക്കുന്ന ഒരു 2-3 മിനിറ്റ് മതി. ഒന്ന് റെഡിയായോ നോക്കാം. കറക്റ്റ്. കറക്റ്റ് ആയിരിക്കണം അല്ലേ. നമുക്ക് പപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പുറത്തുനിന്ന് നോമി ചട്ടിയിൽ ചക്കയുടെ ചക്കത്തോരൻ തോരൻ. അതാണ് നമ്മളുടെ സ്പെഷ്യലി. മറ്റേത് ചക്കത്തോരൻ. ഇനി പപ്പ പറയണം ഇതെങ്ങനെയുണ്ട്, മമ്മി ഉണ്ടാക്കിയുണ്ട്. സ്പെഷ്യലിൻ്റെ സ്വാദ് പറ. അതാണ് സ്പെഷ്യൽ. കൂർക്കയും ബോട്ടിയും. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ലഞ്ചിൻ്റെ സ്പെഷ്യലാണ് കാണുന്നത്. പോർക്കല്ല, കൂർക്കയും ബോട്ടിയും. ഇത് കൂർക്ക നാടനാ, നന്നായിട്ടുണ്ട്. നല്ല മണമുണ്ട്. വെരി ഗുഡ്. ടേസ്റ്റിൻ്റെ ഒരു നാടൻ്റെ ഒരു ടേസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം പറയണത് ഇതിൽ ഉപ്പില്ലാന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാവും. ചോറിനോട് കൂടി ചേർത്ത് ഉപ്പൊക്കെ ഉണ്ടാവും പപ്പ? ഇതിലെല്ലാം ഉണ്ട്, ഉപ്പുണ്ട്. ഇതൊരു കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അടുത്തത് ചക്ക. അല്ല, കൂട്ടി പിടിച്ചത് തന്നെ സ്പെഷ്യല് കഴിക്കും. സ്പെഷ്യലിൻ്റെ എന്നാൽ ഒരു ഇത്തിരോളം അത് കഴിച്ചിട്ട് അടുത്തതിൻ്റെ ടേസ്റ്റ് പറയാം. യെസ്, നമ്മൾ ചക്ക റെസിപ്പി എടുത്തില്ല ആക്ച്വലി, എന്നാലും അതിനുണ്ട് നല്ല അല്ല. ശരി പപ്പ, നല്ല വന്നിട്ടൊക്കെ ഉണ്ട്. ഓക്കെ.